പ്രായമായ കുഞ്ഞിന് മരുന്ന് നൽകുന്നതിൽ ഗുരുതര പിഴവ് വരുത്തിയ പഴയങ്ങാടി ഖദീജ മെഡിക്കൽസിന്റെ ലൈസൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് സുധാജ്, ബ്ലോക്ക് കമ്മിറ്റി അംഗം ശിവശങ്കരൻ, മടായ് ബ്ലോക്ക് സെക്രട്ടറി CP ഷിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതിനോടകം തന്നെ നമ്മുടെ നാട്ടിൽ വാർത്തയായി കഴിഞ്ഞിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന്റെ പേരിലാണ് ഒരു പിഞ്ചു കുഞ്ഞ് ഇന്ന് ജീവനോടെ നിലനിൽക്കുന്നത്. ഇത് ഖദീജ മെഡിക്കൽസിൽ ആദ്യമായി നടക്കുന്ന സംഭവമല്ല. അതുകൊണ്ടാണ് ഖദീജ മെഡിക്കൽസ് എന്ന ഈ സ്ഥാപനത്തിന്റെ ലൈസൻസ് ഉൾപ്പെടെ കട്ട് ചെയ്യണമെന്ന് ഡിവൈഎഫ്ഐ ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇത് വലിയ വാർത്തയായി കഴിഞ്ഞിരിക്കുകയാണ്. ചെറിയ കുഞ്ഞിനാണ് അളവിലധികമുള്ള മരുന്ന് മാറിക്കൊടുത്തുകൊണ്ട് ഇന്ന് ആശുപത്രിയിൽ കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ ബോധമില്ലായിരുന്നു ആ കുഞ്ഞിക്ക്. ഇന്നിപ്പോൾ മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇങ്ങനെ തൻ്റെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഇടപെടൽ കുറേ ആയിട്ട് ഖദീജ മെഡിക്കൽസിന്റെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ നിരവധിയായ കേസുകൾ ഇപ്പോൾ പോലീസുകാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. പോലീസിന്റെ മുന്നിൽ തന്നെ സമീപകാലത്ത് ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഓയിൽമെന്റ് മാറിയതുമായി ബന്ധപ്പെട്ടിട്ട് മാറിക്കഴിഞ്ഞാൽ ആ കസ്റ്റമറോട് അല്ലെങ്കിൽ ഒരു രോഗിയോട് ഒരു മര്യാദക്കുള്ള വർത്തമാനം പറയാൻ പോലും തയ്യാറാവാത്ത യൂസ്ലെസ് ആണ് ഈ നാസർ എന്ന് പറയുന്നയാൾ. ഉടമയൊക്കെ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. പഴയങ്ങാടിൽ ഏതെങ്കിലും ഒരു പുണ്യപ്രവൃത്തിയോ നല്ല കാര്യങ്ങളോ ചെയ്യുമ്പോൾ ഇവിടെ സംഭാവന എന്ന് പറയുന്നത് പരമപുച്ഛത്തോടുള്ള നോട്ടമാണ്. നമ്മളൊക്കെ പല സന്ദർഭത്തിൽ പല ആവശ്യങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോഴും പെരുമാറുന്ന ചില രീതികളുണ്ട്. ആ രീതി പോലും ഒരു മനുഷ്യന് പറ്റുന്ന രീതിയല്ല എന്ന് പല സന്ദർഭങ്ങളിലായി നമുക്ക് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. ഖദീജ മെഡിക്കൽസിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യുക.